ശ്രീലേഖയെ ശിക്ഷിക്കുമെന്ന് എന്താണ് ഉറപ്പ്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് നെട്ടയത്ത് CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിന്റെ ഭാഗമായി BJP പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയുണ്ടായി. ആ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തത് BJP നേതാവായിട്ടുള്ള മുൻ DGP R ശ്രീലേഖയാണ്. ശ്രീലേഖ അപ്പോൾ വിളിച്ച മുദ്രാവാക്യം പോടാ പുല്ലെ പോലീസെ കാക്കിക്കുള്ളിലെ ഗുണ്ടകളെ എന്നാണ്. എന്നാൽ ഏപ്രിൽ 22 നടന്ന ഈ ഒരു ഉപരോധവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട 50 BJP പ്രവർത്തകരെ പ്രതി ചേർക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. ശ്രീലേഖയെ തൊട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസ് ശ്രീലേഖയെ ഭയപ്പെടുന്നത്? ഇത്തരമൊരു ചോദ്യം പൊതുജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നതോടുകൂടി പോലീസ് സമ്മർദ്ദത്തിലാവുകയും അതിന്റെ ഭാഗമായി ഇന്ന് ശ്രീലേഖയ്ക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ്. അതായത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ശ്രീലേഖയ്ക്ക് നിയമം ബാധകമായത്. എന്തുകൊണ്ടാണ് അന്ന് സാധാരണ പ്രവർത്തകരെ പോലെ ശ്രീലേഖയ്ക്ക് ആ നിയമം ബാധകമായിരുന്നത്? ശ്രീലേഖയല്ലേ ഈ മാർച്ച് നയിച്ചത്? ശ്രീലേഖയല്ലേ ഇത്തരത്തിൽ ഗുണ്ടാ മുദ്രാവാക്യം വിളിച്ചത്? പോലീസുകാർക്കെതിരെ ഗുണ്ടാ മുദ്രാവാക്യം വിളിച്ചത്? നിങ്ങൾക്ക് ഗുണ്ടകളാണെന്ന് പരസ്യമായി വിളിച്ചത് ശ്രീലേഖയല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ഏപ്രിൽ 22-ാം തീയതി അവർക്കെതിരെ കേസെടുക്കാത്തത്? എന്താണ് അതിന് കാരണമെന്ന് ഇവിടുത്തെ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനം വിശദീകരിക്കേണ്ടതുണ്ട്. 3 ദിവസം എന്താണ് ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ മടിച്ചത്? ഇന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് നെടുമങ്ങാട് കോടതിയിൽ ശ്രീലേഖയ്ക്ക് എതിരായി ഒരു കുറ്റപത്രം, അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ച്. ശ്രീലേഖ 5-ാം പ്രതിയാണ്. തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് 6-ാം പ്രതിയാണ്. അങ്ങനെ ഈ അധികാരത്തിലുള്ളവർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനം അനങ്ങാത്തത്? ഇതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. 2022 ഓഗസ്റ്റ് 14-ാം തീയതി സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ 80-ാമത്തെ എപ്പിസോഡിൽ അവർ കവിയൂർ കിളിയൂർ പെൺകുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രീതിയിൽ അവരുടെ പേരും വിലാസവും ആളെ തിരിച്ചറിയുന്ന രീതിയിലുള്ള എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതിനെതിരായി സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റിയുടെ സെക്രട്ടറി R ജയചന്ദ്രൻ പോലീസിനെ സമീപിച്ചു. പോലീസ് ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഓർക്കണം, പോസ്കോ കേസാണ്. പോലീസ് ആ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ജയചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇവർക്കെതിരായിട്ട് FIR ഇടാൻ. അങ്ങനെയാണ് FIR ഇടുന്നത്. പിന്നീട് ശ്രീലേഖ ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതി അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല മാർച്ച് 2026 ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത്തരത്തിൽ ഇവർക്കെതിരെ, അതായത് പോലീസ് അധികാരികളായാലും ഉന്നതരായാലും അവരെ നിയമം തൊടുന്നില്ല. ഈ ഒരു ഉദാഹരണം, പോസ്കോ കേസിന്റെ ഒരു ഉദാഹരണം മതി. ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു വീഡിയോ ഇട്ടതെങ്കിൽ അയാൾ ഇന്നകത്ത് കിടന്നേനെ. എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് ഇത്തരം നിയമം ബാധകമാകാത്തത്? എന്തുകൊണ്ടാണ് പോലീസിനെതിരെ ഗുണ്ടകളെ എന്ന് വിളിച്ചതിന് ശ്രീലേഖയ്ക്കെതിരെ 3 ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത്? ചുരുക്കി പറഞ്ഞാൽ ഇവരെയൊക്കെ ഈ ഒരു കേസിൽ ശിക്ഷിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരൊന്നും ശിക്ഷിക്കില്ല. കാരണം പാവപ്പെട്ടവന് മാത്രമാണ് പലപ്പോഴും നിയമം ബാധകമാകുന്നത്. നമ്മുടെ കോടതി ജാഗരൂകരാണ്. പക്ഷേ അവിടേക്ക് എത്തേണ്ടത് നമ്മുടെ നിയമ സംവിധാനം, പോലീസ് അടക്കമുള്ള സർക്കാർ അടക്കമുള്ള ഇവിടുത്തെ നിയമം നടപ്പിലാക്കേണ്ടുന്ന സംവിധാനങ്ങൾ ദുർബലമാണ്. അവർ വലിയവരെ കാണുമ്പോഴേക്കും പഞ്ചപുച്ഛമടക്കി നിശബ്ദരാകും. അത്തരത്തിലല്ലേ ശ്രീലേഖയോട് നിങ്ങൾ കാണിച്ചത്? കോടതി ഇവരെ ശിക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നിങ്ങൾ വാക്കുമാറും. പോലീസ് ഇടപെട്ട് അതിനെ ലഘൂകരിച്ച് കളയും. സർക്കാർ ഇടപെട്ട് അതിനെ ലഘൂകരിച്ച് കഴിയും. എന്തുകൊണ്ടാണ് ഈ ശ്രീലേഖയ്ക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്തത്? പാവപ്പെട്ടവന് മാത്രം ഇത്തരത്തിലുള്ള ജയിൽ ശിക്ഷയും അവന് ജാമ്യമില്ലാത്ത വകുപ്പുകളും ഇട്ടിട്ട് അവനെ പിടിച്ച് അകത്തിടുകയും ഇത്തരത്തിലുള്ള താപ്പാനകളെ എല്ലാ പഴുതുകളും ഉപേക്ഷിച്ചുകൊണ്ട് അഴിഞ്ഞാടാൻ വേണ്ടി വിടുന്നത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം എല്ലാവർക്കും തുല്യമായി തന്നെ, ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ പൗരന്മാരെയും തുല്യമായി കണ്ടുകൊണ്ട് തന്നെ വേണം ആ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കാൻ. എങ്കിൽ മാത്രമേ ഇവിടെ നീതി നടപ്പിലാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.